നമസ്കാരം. ഞാൻ വീണ ജാൻ ഫ്രം വീണാസ് കറി വേൾഡ്. ഈ ഇൻട്രോ നിങ്ങൾക്ക് പരിചയമുണ്ടോ? 5 വർഷം മുൻപ് ഞാൻ എൻ്റെ വീഡിയോ തുടങ്ങിയപ്പോൾ ഇത് ഇങ്ങനെയായിരുന്നു ഞാൻ ആദ്യം ഇൻട്രോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഞാൻ ഇൻട്രോ പറയുന്ന പോലെ, അതായത് എന്തിൻ്റെ വിശേഷം, എല്ലാവർക്കും സുഖം തന്നെയല്ലേ എന്ന് ഇൻട്രോ പറയാൻ തുടങ്ങിയത്. പക്ഷെ അതിനുശേഷം ഞാൻ പിന്നെ ഇൻട്രോ മാറ്റിയിട്ടില്ല. എനിക്ക് മാറ്റണമെന്ന് തോന്നിയിട്ടില്ല. കാരണം ഞാനിപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെ കാണുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ ഫോൺ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം ചോദിക്കുന്ന ഇതാണ്: എന്തിൻ്റെ വിശേഷം, നിങ്ങൾക്ക് സുഖം തന്നെയല്ലേ? അപ്പോൾ അവർ ചോദിക്കും ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് സുഖവിവരം അന്വേഷിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാനത് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ നെഗറ്റീവ് കമൻസിന് വേണ്ടി പറയുന്നതല്ല, എന്നാൽ പോലും എന്താണ് ഇങ്ങനെ നിങ്ങൾ ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻസ് വരുന്നുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇൻട്രോ മാറ്റാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇൻട്രോ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ അത് കാണാതിരിക്കൂ. സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ റെസിപ്പി മാത്രം കണ്ടാൽ മതി. അതേപോലെ തന്നെ ഇൻട്രോയിലാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും എൻ്റെ കൊച്ചു കൊച്ചു വർത്തമാനങ്ങളും നിങ്ങളുടെ അടുത്തുള്ള ഇൻട്രാക്ഷൻസും ഞാൻ നടത്താൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഞാൻ ആ സമയത്ത് മാത്രമാണ് നിങ്ങളെ നേരിൽ കാണുന്നുള്ളൂ. ബാക്കിയൊക്കെ എൻ്റെ കൈയും റെസിപ്പി മാത്രമാണ് ഞാൻ കാണിക്കുന്നത്. അല്ലാണ്ട് ഞാൻ പിന്നെ സീനിൽ വരുന്നില്ല അല്ലേ. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കുറച്ച് സമയം മാറ്റി വയ്ക്കുന്നത്. അതിഷ്ടമില്ലാത്തവർ ദയവേത് സ്കിപ്പ് ചെയ്യൂ. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്, അതായത് വെജിറ്റബിൾ സ്പ്രിംഗ് റോൾ. അപ്പോൾ വെജിറ്റബിൾ സ്പ്രിംഗ് റോൾ എന്ന് പറയുമ്പോൾ ഏതൊരു കൊച്ചുകുട്ടിക്കും ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണല്ലേ. പക്ഷേ ഇന്ന് ഞാൻ ചെയ്തിരിക്കുന്നത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സ്പ്രിംഗ് റോൾ ഷീറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. പുറത്തുനിന്നൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവേതൊന്ന് ഷെയർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ സ്പ്രിംഗ് റോൾ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് സ്പ്രിംഗ് റോൾ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം തന്നെ സ്പ്രിംഗ് റോളിന് വേണ്ടിയിട്ടുള്ള ഷീറ്റാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി റെഡിമെയ്ഡ് ഷീറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ഷീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 1 ഗ്ലാസ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1/2 ഗ്ലാസ് മൈദയും 1/2 ഗ്ലാസ് ആട്ടയും കൂടിയിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ആട്ട മാത്രമായിട്ട് ചെയ്യാം. പക്ഷേ ഞാനിപ്പോൾ മൈദ മാത്രം വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന ആ സ്പ്രിംഗ് റോളിൻ്റെ സെയിം ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടിത് കുഴച്ചെടുക്കണം. ഇവിടെ 1/2 ഗ്ലാസ് വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അവസാനം ഞാൻ പറയാം ഞാൻ എത്ര വെള്ളം ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. ഓക്കെ, നിങ്ങൾ ആദ്യമൊക്കെ ആയിട്ട് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1/2 ഗ്ലാസ് മൈദ എടുത്ത് ചെയ്ത് നോക്കൂ. എന്നിട്ട് ശരിയാവണമെന്നുണ്ടെങ്കിൽ പിന്നെ 1 ഗ്ലാസ് മൈദയിൽ ചെയ്യാം കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. 3 ടേബിൾ സ്പൂൺ വെള്ളം നമ്മളെ കപ്പിൽ ബാക്കി ഇരിപ്പുണ്ട്. അപ്പോൾ എപ്പോഴും നിങ്ങൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാൻ പാടുള്ളൂ. നിങ്ങളുടെ ഓരോരുത്തരുടെ കയ്യിൽ കിട്ടുന്ന മൈദ അനുസരിച്ച് മാറ്റങ്ങൾ വരും. ഓക്കെ, ഞാനിപ്പോൾ ഒരു 5 മിനിറ്റോളം അത് കുഴച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ സോഫ്റ്റ് ആയിരിക്കുന്ന കേട്ടോ. ഇത് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ കൂടുതൽ സമയം റെസ്റ്റ് ചെയ്യണമെങ്കിൽ അത്രയും നല്ല കാര്യം. പക്ഷേ മിനിമം 15 മിനിറ്റ് എങ്കിലും നമ്മളിത് വെക്കണം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അടച്ച് വെച്ചിട്ട് 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പച്ചക്കറികളൊക്കെ ഞാനിവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ കുറച്ച് ക്യാബേജ് വളരെ നീളത്തിൽ നൈസാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ക്യാരറ്റാണിത്. ഒരു ക്യാരറ്റ് ഇത് വളരെ നൈസാക്കിയിട്ട് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതേസമയം ഇപ്പോൾ നീളത്തിൽ അരിയാൻ മടിയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ വെറുതെ ഒരു ചോപ്പർ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വളരെ നൈസായിട്ട് ചോപ്പ് ചെയ്തെടുത്താൽ മതി. വളരെ നൈസാക്കി അരിഞ്ഞെടുത്താൽ മതിയാകും. ഞാൻ ചിലപ്പോൾ മടിയുള്ള സമയത്തൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. ഒരു ചോപ്പർ ഉണ്ടെങ്കിൽ പിന്നെ എളുപ്പത്തിൽ എല്ലാം കൂടി ഇട്ടിട്ട് അങ്ങ് ഒറ്റയടിക്ക് അങ്ങ് ചോപ്പ് ചെയ്തെടുക്കാം. നമ്മൾ മോമോസിലൊക്കെ ചെയ്യില്ലേ അതുപോലെ. പക്ഷേ സാധാരണ രീതിയിൽ നമ്മൾ സ്പ്രിംഗ് ഓണിയൻ എന്ന് പറയുമ്പോൾ അതിൽ ചെയ്യുന്ന കട്ടിങ് രീതി ഇതുപോലെയാണെന്ന് മാത്രം. അപ്പോൾ പിന്നെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റും ഗ്രീനുമാണ്. പിന്നെ വെളുത്തുള്ളി, അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി. ഇത്രയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പക്ഷേ വേണമെന്നുണ്ടെങ്കിൽ ബീൻസ് എടുക്കാം, അതല്ലെങ്കിൽ സ്പ്രൗട്ട്സ്, അതായത് മുളപ്പിച്ച പയറെടുക്കാം. പിന്നെ ചിലയിടത്ത് നമ്മൾ പോയി കഴിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നൂഡിൽസ് ഉണ്ടാവാറുണ്ട്, ഗ്ലാസ് നൂഡിൽസ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള എന്താണ് ഐറ്റംസ് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞാൻ ഇത്ര മാത്രമേ എടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ബെൽ പെപ്പർ, അതായത് നമ്മുടെ ക്യാപ്സിക്കം വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സാണ്. ഇപ്പം എൻ്റെ അടുത്ത് ഇത്രയേ ഉള്ളൂ, ഇത്ര ഐറ്റംസേ ഉള്ളൂ. അതുകൊണ്ട് ഇത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്കൊരു കടായി അടുപ്പത്ത് വെക്കാം. അതിലോട്ട് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് എള്ളെണ്ണയാണ്, അതായത് സെസ്മി സീഡ് ഓയിലാണ്. അതേസമയം നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ കോക്കനട്ട് ഓയിൽ നമ്മൾ സാധാരണ രീതിയിൽ ഇതിൽ ഉപയോഗിക്കാറില്ല. അപ്പോൾ നാടൻ ഫ്ലേവർ വരും. ഞാനിപ്പോൾ ഇതിലോട്ടൊരു 2 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ചൂടാവട്ടെ. ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് തീ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ചെറുതായി ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കൊത്തിയരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള കുട്ടികൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ സ്പ്രിംഗ് ഓണിയൻ
വൈറ്റ് പോർഷൻ ചേർത്ത് കൊടുക്കുക 1 ടേബിൾ സ്പൂണോളം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് സ്പ്രിംഗ് ഓണിയൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. അതുപോലെ തന്നെ ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂണോളം കൊത്തിയരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി, കുറച്ച് മാത്രം ഇഞ്ചിയൊക്കെ ഓപ്ഷനിലാണ്, പക്ഷെ ഞാനത് ചേർക്കുന്നുണ്ട്. കാരണം നമുക്ക് ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ ഇതെല്ലാം സഹായിക്കും. അതെല്ലാം കൂടിയിട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് സോയാ സോസ് ഒഴിക്കുന്നുണ്ട്, അതുകൊണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക. സോയാ സോസ് സാധാരണ രീതിയിൽ നമ്മൾ സ്പ്രിംഗ് ഓണിയൻ സ്റ്റഫിങ് ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാറുണ്ട്. അതേസമയം നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നാൽ മതി കേട്ടോ. സവാളയൊക്കെ അല്ലാണ്ട് ഒരുപാട് ബ്രൗൺ ഷെയ്ഡ് ആവാൻ നിൽക്കണ്ട. വെജിറ്റബിൾസൊക്കെ ഒരുപാട് കുക്ക് ചെയ്യാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് വാടിയാൽ മാത്രം മതി. ആ ക്രഞ്ചിനെസ് എന്തായാലും ഉണ്ടാവണം. ഓവറായി കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സോഗായിട്ട് മാറും, അത് നന്നായിട്ടുണ്ടാവില്ല കഴിക്കാൻ. അപ്പോൾ ചെറുതായിട്ടൊന്ന് അതിൻ്റെ പച്ചമണക്കൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് കുറച്ച് സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം വെജിറ്റബിൾസ് എന്തൊക്കെയാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അത് ഇട്ട് കൊടുക്കാം. പിന്നെ മുളപ്പിച്ച പയറൊന്നും നമ്മൾ സാധാരണ രീതിയിൽ കുക്ക് ചെയ്യാറില്ല, അവസാനം അതിന് മേലെ കൂടി ഇട്ടിട്ട് ഉണ്ടാക്കുകയാണ് പതിവ് കേട്ടോ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ഇനി 1 ടേബിൾ സ്പൂണോളം സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്ന ഓൾ പർപ്പസ് സോയാ സോസ് ആണ് കേട്ടോ. ഒരുപാട് തിക്കുമല്ല ഒരുപാട് തിന്നുമല്ലാത്ത സോയാ സോസ് 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കിയിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ക്യാബേജ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ നിങ്ങൾ അതിലുള്ള എന്ത് വെജിറ്റബിൾസ് ആണോ അതെല്ലാം ഇട്ട് കൊടുത്തോളൂ. അതും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് വാടിയാൽ മാത്രം മതി. ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ക്രഞ്ചിനെസ് മാറാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്ന പച്ചക്കറി ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്, ഞാൻ ഓഫ് ചെയ്യാണ് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ഓവറായിട്ട് കുക്ക് ചെയ്യാൻ പാടില്ല. ഇനി ഇതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കുക. ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ആ സ്പ്രിംഗ് ഓണിയൻ്റെ പച്ച ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ കുറച്ച് പെപ്പർ പൗഡർ, നമ്മൾ എരിവായിട്ടൊന്നും ചേർത്തിട്ടില്ല. ഞാൻ ചിലപ്പോൾ പച്ചമുളക് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. ആദ്യമേ തന്നെ വഴറ്റുമ്പോൾ ഒരു പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാറുണ്ട്. പക്ഷെ ഇന്ന് ഞാനിപ്പോൾ പെപ്പർ പൗഡർ മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പെപ്പർ പൗഡറും കൂടി ഇട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടേസ്റ്റ് നോക്കുക. ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഒരു അല്പം വിനീഗർ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അത് ആ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, ആ പുളിരസം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നല്ല ഫ്ലേവർ നമ്മളുടെ ഇതിലേക്ക് വരും. അത് ബ്ലാൻഡ് ആയി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഞാനപ്പോൾ ഒരു അല്പം മാത്രം, ഒന്നില്ലെങ്കിൽ ചെറുനാരങ്ങ നീര് അല്ലെങ്കിൽ വിനീഗർ, ഒരു തുള്ളി കേട്ടോ, ഒരു ഡ്രോപ്പ് മതി, ഓവറായിട്ട് പാടില്ല. അത് പക്ഷേ ഞാൻ പറഞ്ഞ പോലെ നിർബന്ധങ്ങളൊന്നുമില്ല. ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓൾറെഡി. ഒരു ഡ്രോപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ ലൈറ്റ് എവിടേക്കോ ഒരു ചെറിയൊരു പുളിരസം ഉള്ള പോലെ തോന്നാൻ വേണ്ടി മാത്രം. അതിഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഒഴിവാക്കാം. ഇത് നമുക്കിനി ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഈ പാത്രത്തിൽ നിന്ന് മാറ്റി വെക്കണം, അല്ലെങ്കിൽ കൂടുതൽ നേരം ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇത് അങ്ങ് വെന്ത് പോകും. ഓക്കെ, ഇപ്പോൾ അതൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മാവ് കുഴച്ച് വെച്ചിട്ട് ഇതിന് നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി അങ്ങ് ഉരുട്ടി മാറ്റി വയ്ക്കണം. മൊത്തത്തിൽ ഈ മാവിനെ ഇതേപോലെ ഉരുളകളാക്കി ഉരുട്ടിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ എനിക്കിവിടെ ഒരു 13 ചെറിയ ചെറിയ ഉരുളകൾ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉരുള എടുക്കുക, ബാക്കിയുള്ളത് അടച്ചു വയ്ക്കുക. ചെറിയൊരു പാത്രത്തിൽ കുറച്ച് ഓയിൽ എടുത്ത് അടുത്ത് വെക്കണം. അതുപോലെ തന്നെ കുറച്ച് മൈദയുടെ പൊടി എടുത്ത് അടുത്ത് വെക്കണം. ഇനി നമുക്ക് ആദ്യത്തെ ഉരുളി എടുക്കുക, നന്നായിട്ടൊന്ന് ഉരുട്ടി കൊടുത്തതിന് ശേഷം കയ്യിൽ വെച്ചൊന്ന് പ്രസ് ചെയ്യാം. ഞാനിത് ചെയ്യാൻ പോകുന്നത് ഇതിന് മുൻപ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതായത് റുമാലി റൊട്ടി ഞാൻ ചെയ്തിരിക്കണം അതേ പ്രൊസീജിയർ തന്നെയാണ് ഇതും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ആദ്യത്തെ ഉരുളി എടുത്തതിന് ശേഷം ഒന്ന് മൈദയിലൊന്ന് റോൾ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് വെക്കുക. എന്നിട്ട് നമുക്കിത് മാക്സിമം ഒന്ന് പരത്തി കൊടുക്കാം. ആദ്യത്തെ ചപ്പാത്തി പോലെ ഞാൻ പരത്തിയിട്ടുണ്ട്, നമുക്ക് മാറ്റി വയ്ക്കാം. ഇതേപോലെ തന്നെ വീണ്ടും ഒരു ബോൾ എടുക്കുക, ഇതേപോലെ ഉരുട്ടുക, അങ്ങ് പരത്തിയെടുക്കുക. എത്ര പേര് നമ്മൾ റുമാലി റൊട്ടി വീഡിയോ കണ്ടിട്ടുണ്ട്? റുമാലി റൊട്ടി ഉണ്ടാക്കി നോക്കാത്തവർ ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഏകദേശം രണ്ടിനും ഒരേ സൈസ് വന്നിട്ടുണ്ട് അല്ലേ? ഏകദേശം മതി കേട്ടോ, ഒരുപാടങ്ങ് എന്താ പറയുക ആക്യുറേറ്റ് ആവണമെന്നൊന്നുമില്ല. എന്നിട്ട് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ നമ്മുടെ ചപ്പാത്തിയുടെ മേലെ നമുക്ക് കുറച്ച് എണ്ണ ഇതേപോലെ അങ്ങ് തടവി കൊടുക്കാം. എണ്ണ ഇപ്പോൾ ഇതുപോലെ ബ്രഷ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ തടവി കൊടുത്താലും മതിയാകും. അതിനുശേഷം അതിൻ്റെ പുറത്ത് കുറച്ച് മൈദ അങ്ങ് തൂവി കൊടുക്കാം. എങ്കിൽ മാത്രമാണ് നമുക്കിത് വിട്ട് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ഒട്ടിപ്പിടിക്കും. അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സൂത്രപ്പണി ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഈ ചപ്പാത്തി ഇതിൻ്റെ മേലെ കൂടെ അങ്ങ് വെച്ച് കൊടുക്കാം. തിന്നായിട്ടുള്ളൊരു റാപ്പർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് പരത്തി കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാനും നൈസായിട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ് ഒന്നിൻ്റെ മേലെ ഒന്ന് ഇതേപോലത്തെ പ്രൊസീജിയർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് മാക്സിമം എത്ര വലുതാക്കി ഇത് പരത്താൻ പറ്റുമോ അത്രയും വലുതാക്കി അങ്ങ് പരത്തിയെടുക്കാം. അപ്പോൾ ഒരെണ്ണം കൂടെ നമുക്ക് റെഡിയാക്കിയതിന് ശേഷം രണ്ടെണ്ണം ഇതേപോലെ ഞാൻ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ തവ ചൂടായിട്ടുണ്ട്. മീഡിയം ചൂടായിരിക്കുന്ന തവയിലോട്ട് നമ്മൾ ആദ്യത്തെ ഇത് വെച്ച് കൊടുക്കാം. ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ചൂടായിരിക്കണം, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ചെറിയ ചെറിയ ഇത് കുമ്പളകൾ പോലെ വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കതങ്ങ് തിരിച്ചിടാം.
ഒരുപാട് നേരം ഇത് കുക്ക് ചെയ്യാൻ പാടില്ല. ഒരുപാട് നേരം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്പ്രിംഗ് റോൾ ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങ് പൊടിഞ്ഞു പോകും. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ജസ്റ്റ് ഒന്ന് തിരിച്ചും മറിച്ച് ഇടുന്ന സമയത്ത് ഇങ്ങനെ കുമിളകൾ ഇങ്ങനെ ബലൂൺ പോലെ വീർക്കാൻ തുടങ്ങുന്ന സമയത്ത് ഇതങ്ങ് നമുക്കെടുത്ത് നമ്മൾ പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ അടുത്തതും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ മീഡിയം ചൂടുള്ള തവയായിരിക്കണം, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക കേട്ടോ. തിരിച്ചും മറിച്ചിട്ടിട്ട് ഉണ്ടോ ബബിൾസ് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ബബിൾ ഫോം ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കത് എടുക്കണം. ഓക്കെ, ഇതേപോലെ തന്നെ എല്ലാം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമ്മൾ ചൂടോട് കൂടി തന്നെ ഇതിന് നമുക്ക് എടുക്കണം. നല്ല സോഫ്റ്റായിട്ടുള്ള തിന്നായിട്ടുള്ള 2 ലെയേഴ്സ് നമുക്ക് കിട്ടും. കണ്ടോ, ചൂടോടുകൂടി എടുത്തു കഴിഞ്ഞാൽ അതാണ് അതിനൊരു ഗുണം. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് എവിടെയാണ് രണ്ട് തമ്മിലുള്ള ആ ഒരു ജോയിൻ കാണാൻ പറ്റുന്ന സമയത്ത് അവിടെ വെച്ചിട്ട് അതങ്ങനെ പതുക്കെ എടുക്കാം. എളുപ്പമല്ലേ ഉണ്ടാക്കാൻ? അപ്പോൾ അതുപോലെ തന്നെ എല്ലാം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി നമുക്ക് സ്പ്രിംഗ് റോൾ ചെയ്യാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു റാപ്പർ മാത്രം എടുക്കുക. ബാക്കിയുള്ളത് നമ്മൾ അടച്ചു വയ്ക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അതങ്ങ് ഡ്രൈ ആയിട്ട് പോകും. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതിനുശേഷം നമുക്ക് ഈ റാപ്പറിൻ്റെ ഈ ഭാഗത്ത് കുറച്ച് വെള്ളം അല്ലെങ്കിൽ കുറച്ച് മൈദ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് പേസ്റ്റ് ആക്കിയിട്ട് തേച്ച് കൊടുത്താലും മതി. പക്ഷേ നിങ്ങൾ എന്തായാലും മൈദയുടെ പേസ്റ്റ് വെച്ച് ഒട്ടിച്ചാൽ മതി, അല്ലെങ്കിൽ ചിലപ്പോൾ വിട്ടു പോരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഒരുപാട് വേണ്ട കേട്ടോ. ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ നമുക്കത് ശരിക്കും മടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവരിക, ഇവിടെ നിന്നും ഇങ്ങനെ കൊണ്ടുവരിക, ഇവിടെ പ്രസ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇതിനിങ്ങനെ വെച്ചിട്ട് മാക്സിമം നമുക്ക് ടൈറ്റ് ആക്കിയിട്ട് അങ്ങ് റോൾ ചെയ്ത് കൊടുക്കാം. ഒരു വെള്ളം കുറവാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം തേച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സ്പ്രിംഗ് റോള് ഞാൻ റോൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് മാറ്റി വയ്ക്കാം. ഇതുപോലെ തന്നെ എല്ലാതും റോൾ ചെയ്തെടുക്കണം. എനിക്കിവിടെ 14 റാപ്പറാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. 14 സ്പ്രിംഗ് റോളാണ് ഈ ഒരു കപ്പ് മൈദ വെച്ച് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ച് ആവശ്യമുള്ളത് മാത്രം ചെയ്തിട്ട് ബാക്കിയുള്ള റാപ്പർ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഒരു സിപ്പ് ലോക്ക് കവറിൽ ഇട്ടിട്ട് ഒരു 3-4 ദിവസം വരെ സൂക്ഷിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് തലേദിവസമൊക്കെ എല്ലാം റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് പാർട്ടിക്ക് ആണെന്നുണ്ടെങ്കിൽ എല്ലാം കൂടി ജസ്റ്റ് അസംബിൾ ചെയ്ത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള സ്നാക്കാണിത്. അപ്പോൾ ഞാനിവിടെ ഒരു 10 റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കി ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഞാൻ പറഞ്ഞ പോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. അതിനുവേണ്ടി ഒരു കടായി വെക്കുക, അതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് മീഡിയം ചൂടാവട്ടെ. അതിനുശേഷം നമുക്ക് അതിലോട്ട് സ്പ്രിംഗ് റോൾ ഇട്ട് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ മീഡിയം ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് സ്പ്രിംഗ് റോൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കും. ഒരുപാട് ഇടരുത്, കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. 2-3 എണ്ണയൊക്കെ ഒരുമിച്ച് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരുപാട് തണുത്ത എണ്ണയിലേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങ് ഒരുപാട് എണ്ണ വലിച്ചു കുടിക്കും. അതുപോലെ തന്നെ ചൂടുള്ള എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അങ്ങ് ബ്രൗൺ കളറായിട്ട് മാറും. അപ്പോൾ നല്ല ഗോൾഡ് കളർ ആവുന്ന വരെ തിരിച്ചും മറിച്ചിട്ടിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഗോൾഡ് കളർ ആവുന്ന സമയത്ത് നമുക്ക് കോരി മാറ്റി വയ്ക്കാം. ഒരു ടിഷ്യൂ പേപ്പറിലോട്ട് മാറ്റാം. അതുപോലെ തന്നെ എല്ലാതും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമ്മൾ ചില റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് സ്പ്രിംഗ് റോൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ആകെ എണ്ണമയമായിരിക്കും, കഴിക്കാൻ പറ്റില്ല. അതുപോലെ എണ്ണയായിരിക്കും. അപ്പോൾ അത് ചൂട് കുറവുള്ള എണ്ണയിലോട്ട് ഇടുമ്പോഴാണ് അങ്ങനെയൊക്കെ സംഭവിക്കുക. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണേ. അപ്പോൾ നമ്മുടെ സ്പ്രിംഗ് റോൾ ഫോട്ടോയിലെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരെണ്ണം നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ടേസ്റ്റ് ചെയ്യാം. സ്വീറ്റ് ചില്ലി സോസിലാണ് കേട്ടോ മുക്കുന്നത്. എനിക്കതാ ഇഷ്ടം കെച്ചപ്പിനേക്കാളും. കൊള്ളാം. ഞാൻ കുറേ നാളായില്ലേ ടേസ്റ്റ് ചെയ്തിട്ട്. നമ്മുടെ നോമ്പായതുകൊണ്ടാണ് ഞാൻ ടേസ്റ്റ് ചെയ്യാതിരുന്നത് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഞാൻ പറഞ്ഞ പോയിന്റ്സ് ശ്രദ്ധിക്കുക. എണ്ണയുടെ ചൂട് എപ്പോഴും ശ്രദ്ധിക്കുക. മൈദയുടെ പേസ്റ്റ് കൊണ്ട് ഒട്ടിക്കണം, അല്ലെങ്കിൽ ഇത് ഇടുമ്പോൾ തന്നെ അതങ്ങ് ഇട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്ത് മുഴുവൻ വെള്ളത്തിൽ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട. കുറച്ച് മൈദ വെള്ളത്തിലിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അത് വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി. വെള്ളം കൊണ്ട് ചെയ്യണ്ട. ഞാൻ ചെയ്തപ്പോൾ വലിയ കുഴപ്പമുണ്ടായില്ല. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിന് ശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ട് റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. അങ്ങനെ ഞങ്ങൾ കുടുംബസമേതം നടക്കാനിറങ്ങി. മാസ്ക് ഇട്ട കുടുംബം. കണ്ടു, ഇന്ന് ചേട്ടൻ ഹാപ്പിയാണ്, കാരണം മാസ്ക് ഇട്ടിട്ടുള്ളായിരുന്നു. അവിച്ചേട്ടൻ
ആരുമില്ല. നമ്മുടെ വീടിൻ്റെ പുറത്ത് തന്നെയാണ് കേട്ടോ, വേറെ ദൂരേക്കൊന്നും പോകണില്ല. കുറേ ദിവസങ്ങളായില്ല നടന്നിട്ട്. അപ്പോൾ ഒന്ന് മഴയത്തൊന്നും നടക്കാമെന്ന് വിചാരിച്ചു. കാല് വർക്ക് ചെയ്യുമെന്ന് അറിയാന് എൻ്റെ തലയിൽ വെള്ളം വീണു. സ്വന്തം കാര്യം മാത്രം ഞാൻ വീഡിയോ എടുക്കല്ലേ. സോഷ്യൽ ഡിസ്റ്റൻസ് എൻ്റെ അടുത്ത് ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു സോഷ്യൽ ഡിസ്റ്റൻസ് പാലിക്കാം. എനിക്കൊക്കെ വയ്യ. പടം പിടിക്കാൻ അറിയില്ല, എനിക്ക് മനസ്സിലായി. എന്നാ പിടിച്ചോ, ക്യാമറ പിടിച്ചോ. ക്യാമറ വേണ്ട, നീ പിടിച്ചോ. നീയാണ് ഫോട്ടോഗ്രാഫർ, നീയാണ് കഥാകാരി. നീയാണ് എല്ലാം ഒന്നും പറയാത്ത എന്തുകൊണ്ട്? എനിക്ക് മാസ്ക് ഇട്ട് നടക്കുമ്പോഴേ ഭയങ്കര ശ്വാസം മുട്ടണം. എൻ്റെ ശ്വാസം തന്നെ എനിക്ക് വന്നിട്ട് ചൂട് എടുക്കണം. ഇവര് കാന തുറന്നിട്ടുണ്ടല്ലോ എപ്പോഴും. പിന്നെ ആൾക്കാരൊന്നുമില്ല, പിന്നെ എങ്ങനെയാണ് അങ്ങനെ